അബിഷർ ഇല്ലാതെ എങ്ങനെ ഇക്കാമ വാലിഡിറ്റി ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിനായി ഈ വീഡിയോയുടെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ലിങ്കിൽ പ്രവേശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ വെബ്സൈറ്റ് അറബിയിലാണ് കാണിക്കുന്നത്. ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി മുകളിൽ അറബി എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുക. ഉടൻ തന്നെ വെബ്സൈറ്റ് ഇംഗ്ലീഷിലേക്ക് മാറിയതായി കാണാം. ഇവിടെ ID ഓർ ഇക്കാമ ഓർ ബോർഡർ നമ്പർ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ ജനന തീയതി സെലക്ട് ചെയ്യുക. ഇവിടെ കലണ്ടർ അറബിയിലാണ് കാണിക്കുന്നത്. ഇത് ഇംഗ്ലീഷ് കലണ്ടറിലേക്ക് മാറ്റാൻ വേണ്ടി ഹിജ്രി എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ഗ്രിഗോറിയൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കലണ്ടർ സാധാ രീതിയിലേക്ക് മാറിയതായി കാണാം. അതിനുശേഷം മന്ത്, ഡേറ്റ് എന്നിവയെല്ലാം സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്ത ശേഷം വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള കോളത്തിൽ ക്യാപ്ച എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനകം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, തേർഡ് നെയിം, ഫാമിലി നെയിം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതായി കാണാം. അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇക്കാമ നമ്പർ എന്നുള്ളതിൻ്റെ താഴെ ഇക്കാമ എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് കാണാം. ഇതാണ് നിങ്ങളുടെ ഇക്കാമ വാലിഡിറ്റി. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോർമാറ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം മന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിനുശേഷമാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്, അതിനുശേഷം ഇയർ. മന്ത്, ഡേറ്റ്, ഇയർ എന്നുള്ള ഫോർമാറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഇയർ കാണിച്ചിരിക്കുന്നത് കാണാം. 11/3/21 എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് 11-ാം മാസം 3-ാം തീയതിയാണ് ഇക്കാമ വാലിഡിറ്റി അവസാനിക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കാണിക്കുന്നത് മാസമാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇങ്ങനെയാണ് അബിഷർ ഇല്ലാതെ ഇക്കാമയുടെ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക.